ഒരു സ്ത്രീയുടെ തൊഴിൽ വിശദാംശങ്ങളും സ്വകാര്യ വിവരങ്ങളും വെളിപ്പെടുത്തുന്ന ഉള്ളടക്കം നീക്കം ചെയ്യാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിനോട് ഡൽഹി ഹൈക്കോടതി അടുത്തിടെ ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഈ വിവരങ്ങൾ പൊതുവായി ലഭ്യമായതിനാൽ ഡോക്സിംഗിന്റെ പരിധിയിൽ വരില്ലെന്ന് കോടതി വിധിച്ചു. ഡോക്സിംഗ് എന്നത് ഇന്ത്യൻ നിയമത്തിൽ നിർവചിക്കപ്പെട്ടിട്ടില്ല. അതിനാൽ അത് ഇന്ത്യയിൽ നിയമവിരുദ്ധവുമല്ല. എന്താണ് ഡോക്സിംഗ്? ഒരാളുടെ അനുമതി കൂടാതെ അയാളുടെ സ്വകാര്യ വിവരങ്ങൾ ഓൺലൈനിൽ വെളിപ്പെടുത്തുന്നതാണ് ഡോക്സിംഗ് എന്ന് ഇന്റർനാഷണൽ എൻസൈക്ലോപീഡിയ ഓഫ് ജെൻഡർ മീഡിയ കമ്മ്യൂണിക്കേഷനിൽ നിർവചിച്ചിരിക്കുന്നു. ഫോൺ നമ്പറുകൾ, വീട്ടിലെ അഡ്രസ്, തിരിച്ചറിയൽ നമ്പറുകൾ, വ്യക്തിയെ തിരിച്ചറിയാൻ കഴിയുന്നതും കൂടുതൽ ഉപദ്രവകരമായി മാറുന്നതും അപമാനിക്കാൻ ലക്ഷ്യമിട്ടും ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നത് തുടങ്ങി സ്വകാര്യ വിവരങ്ങൾ പങ്കിടുന്നത് ഡോക്സിംഗിൽ ഉൾപ്പെടുന്നു. ഡോപ്പിംഗ് ഡോക്യുമെന്റുകൾ എന്ന പദത്തിൽ നിന്നാണ് ഡോക്സിംഗ് എന്ന വാക്ക് ഉരുത്തിരിഞ്ഞു വന്നത്. ഒരാളുടെ സ്വകാര്യ വിവരങ്ങൾ കണ്ടെത്തുന്നതിനും അത് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യുന്നതിനും ഹാക്കർമാർ ഉപയോഗിക്കുന്ന രീതിയാണ് ഡോക്സിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഹാക്കർമാരുടെ കൂട്ടായ്മയായ അനോണിമസ് ആണ് ഈ വാക്കിനെ കൂടുതൽ പ്രചാരത്തിലാക്കിയത്. IP അഡ്രസ്, സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ എന്നിവ വഴിയും ബ്രോക്കർമാരുടെ പക്കൽ നിന്ന് വിവരങ്ങൾ വാങ്ങിയും വ്യക്തികളുടെ വ്യക്തിഗത വിവരങ്ങൾ മോഷ്ടിക്കുന്നതിന് രൂപകൽപ്പന ചെയ്ത ഇമെയിൽ തട്ടിപ്പായ ഫിഷിംഗ് ക്യാമ്പയിൻ തുടങ്ങിയ മാർഗങ്ങളിലൂടെയുമാണ് ഡോക്സർമാർ സ്വകാര്യ വിവരങ്ങൾ ശേഖരിക്കുന്നത്. ഇങ്ങനെ വ്യക്തിവിവരങ്ങൾ ചോർത്തപ്പെട്ടു എന്നറിഞ്ഞാൽ പോലീസിനെയോ സൈബർ ക്രൈം ഉദ്യോഗസ്ഥരെയോ ഫേസ്ബുക്ക് അല്ലെങ്കിൽ എക്സ് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ അറിയിക്കുന്നതിന് തെളിവുകൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഫേസ്ബുക്കിന്റെ മാതൃ കമ്പനിയായ മെറ്റ അതിന്റെ സ്വകാര്യതാ ലംഘന നയത്തിൽ ഡോക്സിംഗ് എന്ന പദം വ്യക്തമായി ഉപയോഗിക്കുന്നില്ല. എന്നാൽ ഉപയോക്താക്കളെക്കുറിച്ച് വ്യക്തിപരമായി തിരിച്ചറിയാൻ കഴിയുന്ന വിവരങ്ങൾ പങ്കിടുന്നത് അതിന്റെ കമ്മ്യൂണിറ്റി മാനദണ്ഡങ്ങളുടെ ലംഘനമായി കണക്കാക്കുന്നതായി CNN റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം എക്സിൽ ഡോക്സിംഗ് റിപ്പോർട്ട് ചെയ്യാൻ ഉപയോക്താക്കളെ അനുവദിക്കുന്നുണ്ട്. വ്യക്തിവിവരങ്ങൾ ചോർത്തിയാൽ ആദ്യപടി നിങ്ങളുടെ അക്കൗണ്ട് ലോക്ക് ചെയ്യപ്പെടുമെന്നതാണ്. ശേഷം വിവരങ്ങൾ നീക്കം ചെയ്യാൻ നിങ്ങളോട് അവർ ആവശ്യപ്പെടും. രണ്ടാമതും നിയമം ലംഘിക്കുകയാണെങ്കിൽ സ്ഥിരമായി അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യും. ആരുടെയെങ്കിലും തത്സമയ ലൊക്കേഷൻ പ്രചരിപ്പിക്കുന്നതിനായി നീക്കിവെച്ചിരിക്കുന്ന അക്കൗണ്ടുകൾ സ്വയം സസ്പെൻഡ് ചെയ്യപ്പെടും. ഡോക്സിംഗ് തടയുന്നതിനോ ശിക്ഷിക്കുന്നതിനോ ഇന്ത്യയിൽ നേരിട്ടുള്ള നിയമങ്ങൾ ഇല്ലെങ്കിലും വോയറിസം, ലൈംഗികത പ്രകടമാക്കുന്ന ഉള്ളടക്കം, അശ്ലീല ഉള്ളടക്കം, അപകീർത്തിപ്പെടുത്തൽ, ഓൺലൈൻ സ്റ്റോക്കിംഗ് എന്നിവയ്ക്കെതിരെയുള്ള നിയമങ്ങൾ നിലവിലുണ്ട്. നിങ്ങൾ ഡോക്സിംഗിന് ഇരയാക്കപ്പെട്ടാൽ തൊട്ടടുത്തുള്ള സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ cybercrime.gov.in എന്ന വെബ്സൈറ്റിൽ പരാതി ഓൺലൈനായി നൽകാവുന്നതാണ്. അതുമല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടിന്റെ ഹെൽപ്പ് സെന്ററിൽ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യാം.